ചെറുതായതൊന്നും ചെറുതല്ല. ഇമ്പമോടെ പറയട്ടെ, ഒരു ചെറിയ പുഞ്ചിരി, ഒരു ചെറിയ സഹായം, ഒരു ചെറിയ പ്രാർത്ഥന, ഒരു ചെറിയ ശ്രമം, ഇവയെല്ലാം കുറുക്കുവഴികളെന്ന പോലെ നമ്മെ വലിയ ജീവിത സത്യങ്ങളിലേക്ക് നയിക്കുന്നു. വലിയ വിജയങ്ങളും വലിയ മാറ്റങ്ങളും പലപ്പോഴും ചെറിയ പ്രവൃത്തിയിൽ നിന്നോ ചിന്തയിൽ നിന്നോ ആണ് ആരംഭിക്കുക. ഒരു കുഞ്ഞു കഥ കേൾക്കാം. ഒരു ചെറുപ്പക്കാരൻ ഒരു തടാകത്തിലേക്ക് ചെറിയൊരു കല്ലെടുത്തെറിഞ്ഞു. കല്ല് ചെറുതായിരുന്നു, പക്ഷേ ജലത്തിൽ പടർന്ന തരംഗങ്ങൾ ദൂരത്തോളം വ്യാപിച്ചു. അടുത്തു നിന്നിരുന്ന ഒരാൾ അദ്ദേഹത്തോട് ചോദിച്ചു, ഇത്ര ചെറിയ കല്ലുകൊണ്ട് ഇത്രയും വലിയ തരംഗമുണ്ടാക്കാൻ പറ്റുമോ? ആ ബാലൻ പറഞ്ഞു, കല്ലു ചെറുതാവാം, പക്ഷേ അതിന്റെ പ്രഭാവം അത് ചെറുതല്ല. ഇതുപോലെയാണ് നമ്മുടെ പ്രവൃത്തികളും. ചെറുതായാലും അതിന്റെ പ്രതികരണം ദൂരങ്ങളിലേക്ക് പ്രഭാവം കാണിക്കും, വ്യാപിക്കുമെന്നർത്ഥം. ഒരാളുടെ മനസ്സ് പൊളിയുന്നതും പുനർനിർമ്മിക്കുന്നതും വലിയ വാക്കുകളാലല്ല, പക്ഷേ ചെറിയ കരുതലുകൾ ആണ്. ഒരാൾക്ക് നിനക്കതു കഴിയും, നീ വിലപ്പെട്ടവനാണ്, യു ക്യാൻ എന്നൊക്കെ പറയുന്നത് ചെറിയതുപോലെ തോന്നാം, പക്ഷേ അതൊരാളുടെ ജീവിതത്തിൽ വൻ മാതൃക സൃഷ്ടിക്കും. ഓർക്കുക, ലോകം വലിയ കാര്യങ്ങൾ ചെയ്യുന്നവരെ ഓർക്കും, പക്ഷേ ചെറിയ കാരുണ്യങ്ങൾ ചെയ്യുന്നവരെ ലോകം സ്നേഹിക്കും. മദർ തെരേസ പറഞ്ഞു വെക്കുന്നുണ്ട്, വി കനോട്ട് ഓൾ ഡു ഗ്രേറ്റ് തിങ്സ്, ബട്ട് വി ക്യാൻ ഡു സ്മോൾ തിങ്സ് വിത്ത് ഗ്രേറ്റ് ലവ്. നമ്മിൽ എല്ലാവർക്കും വലിയ കാര്യങ്ങൾ ചെയ്യാൻ കഴിയുകയില്ല, പക്ഷേ വലിയ സ്നേഹത്തോടെ ചെറിയ കാര്യങ്ങൾ ചെയ്യാൻ നമുക്ക് പറ്റും. ടോൾസ്റ്റോയ് പറയുന്നു, ചെറിയ കാര്യങ്ങൾ നല്ല രീതിയിൽ ചെയ്താലാണ് മഹത്തായ ജീവിതമെന്ന്. എ ഗ്രേറ്റ് ലൈഫ് ഈസ് നത്തിങ് ബട്ട് എ സീരീസ് ഓഫ് സ്മോൾ തിങ്സ് ഡൺ വെൽ. ഒരു നാടൻ പറച്ചിലുണ്ട്, തുള്ളി തുള്ളിയായി തന്നെയാണ് കടലുണ്ടാകുന്നത്. ഇതെല്ലാം ഒന്നു തന്നെയാണ് പറയുന്നത്. ചെറുതായതൊന്നും ചെറുതല്ല. ബൈബിളിൽ ലൂക്കായുടെ സുവിശേഷം 16-ാം അധ്യായം 10-ാം വാക്യത്തിൽ പറയുന്നു, ചെറിയ കാര്യങ്ങളിൽ വിശ്വസ്തനായവൻ വലിയ കാര്യങ്ങളിലും വിശ്വസ്തനായിരിക്കും. അതായത് ദൈവം നമ്മെ പരിശോധിക്കുന്നത് നമ്മൾ ചെയ്യുന്ന ചെറുതായ പ്രവൃത്തികളിലാണ്. സ്നേഹം, കടപ്പാട്, കരുണ, ഇവയൊക്കെ വളരെ ചെറിയതുപോലെ നമുക്ക് തോന്നുന്നുവെങ്കിലും ദൈവത്തിന്റെ കണക്ക് പുസ്തകത്തിൽ അവയെല്ലാം വലുതാണ്. യേശുവിന്റെ ഒരു ചെറിയ സ്പർശനം പോലും പല പല ജീവിതങ്ങളെയും മാറ്റിമറിച്ചില്ലേ? ഖുറാനിൽ പറയുന്നുണ്ട്, ഒരു ധർമ്മത്തിന്റെ കണക്കിൽ തുല്യമായ ഒരു അണുവിലുള്ള ഒരു നന്മ ചെയ്താൽ പോലും അത് അല്ലാഹു കണ്ട് പ്രതിഫലം നൽകുമെന്ന്. അണു എന്ന വാക്ക് തന്നെ നമ്മെ പഠിപ്പിക്കുന്നു, ദൈവത്തിന്റെ കണക്കിൽ ചെറിയ ദയ പോലും വിലപ്പെട്ടതാണെന്ന്. ആരും കാണാതിരുന്നാലും ദൈവം കാണും. അതുകൊണ്ടാണ് ചെറുതായതൊന്നും ചെറുതല്ല എന്ന് പറയുന്നത്. രാമായണത്തിലെ ഒരു സന്ദേശം നമുക്കൊന്ന് നോക്കാം. രാമായണത്തിൽ ജടായുവിനെ ഓർക്കുക. വലിയ യോദ്ധാവല്ല, വലിയ രാജാവല്ല, പക്ഷേ ഒരു ചെറിയ പക്ഷി, പ്രായമായ ഒരു പക്ഷി. സീതയെ രക്ഷിക്കുവാൻ ശ്രമിച്ച ചെറിയ ഒരു ശ്രമം, അത് രാമൻ അത്രയും ബഹുമാനത്തോടെ സ്വീകരിച്ചു. കാരണം ദൈവത്തിന് വിലപ്പെട്ടത് അതിന്റെ വലിപ്പമല്ല, അത് ചെയ്ത ഹൃദയമാണ്. ജടായുവിന്റെ ചെറിയ ശ്രമം രാമായണത്തിലെ ഒരു മഹത്തായ അധ്യായമായി മാറി എന്നുള്ളതാണ് സത്യം. ഒരു കഥയുണ്ട്. ഒരു ഗ്രാമത്തിൽ രാത്രിയിൽ വൈദ്യുതി പോകാറുണ്ടായിരുന്നു. ഗ്രാമവാസികൾക്ക് ആകെ ഭയമാണ്. ഒരു ചെറിയ പെൺകുട്ടി ഓരോ രാത്രിയിലും ചെറിയ ഒരു വിളക്ക് കത്തിക്കും. അതിന്റെ വെളിച്ചം വളരെ ചെറുതായിരുന്നു, പക്ഷെ അയൽവാസികൾക്കും ഗ്രാമവാസികൾക്കും എല്ലാവർക്കും തന്നെ അവളുടെ വെളിച്ചം കണ്ട് അത് കാണുന്നത് ഒരു ആശ്വാസമായിരുന്നു. ഒരു ദിവസം അയൽവാസിയായ ഒരു വൃദ്ധൻ അവളോട് പറഞ്ഞു, നിന്റെ ചെറുവിളക്ക് ഞങ്ങളുടെ ഹൃദയത്തിൽ വലിയ ഭദ്രത നൽകുന്നുണ്ടെന്ന്. അവൾ മറുപടിയായി പറഞ്ഞു, ഞാൻ ചിന്തിച്ചത് എനിക്ക് കഴിയുന്ന ഒരു ചെറിയ കാര്യം ചെയ്യുക എന്നത് മാത്രമാണ്. അതാണല്ലോ ജീവിതം, ചെറുതെങ്കിലും കഴിയുന്നത് ചെയ്യുക. പ്രിയ ശ്രോതാക്കളെ, നമുക്ക് ഒരുങ്ങാം ഒരു ചെറിയ പ്രവൃത്തിക്കായി, ഒരു ചെറിയ നന്മയ്ക്കായി. ഒരു പുഞ്ചിരി നൽകാം, ഒരാളോടെങ്കിലും നമുക്കൊന്ന് ക്ഷമിക്കാം, ഒരു ചെറിയ പ്രാർത്ഥന നമുക്ക് വേണമെങ്കിൽ മാറ്റിവെക്കാം, ഒരു നന്ദി പറയാം, ഒരു ചെറിയൊരു സഹായം കൊടുക്കാം. ലോകത്തിന് വലിയ കാര്യങ്ങളെക്കാൾ ഈ ചെറിയ പ്രകാശ നിമിഷങ്ങളാണ് വേണ്ടത്. ചെറുതായതൊന്നും ചെറുതല്ല. നത്തോലി ചെറിയൊരു മീനല്ല, മഴത്തുള്ളി ചെറുതാണ്, പക്ഷേ അതാണ് ഭൂമിയെ പച്ചയായി പുതപ്പിക്കുന്നത്. നാം ചെയ്യുന്ന, മനസ്സറിഞ്ഞു ചെയ്യുന്ന സ്നേഹപ്രവൃത്തികൾ ഈ ലോകത്തെ കൂടുതൽ മനോഹരമാക്കട്ടെ. കേട്ടതിന് നന്ദി. പുതുപ്രതീക്ഷകളുമായി കാത്തിരിക്കാം. നിർത്തട്ടെ. നന്ദി, നമസ്കാരം.